പ്രിയ സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്നേഹവും അംഗീകാരവും ബഹുമാനവും. എന്നാൽ പലപ്പോഴും നാം ഒരു കെണിയിൽ വീണുപോകാറുണ്ട്. നമ്മുടെ സ്നേഹവും പരിശ്രമങ്ങളും ആത്മാർത്ഥതയും ആരും കാണാതെ പോകുന്നു എന്നു തോന്നുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, ആ നിമിഷങ്ങളിൽ ഒരു ഭിക്ഷാക്കാരനെപ്പോലെ സ്നേഹത്തിനായി യാചിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു വിങ്ങൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ പാതയിലേക്ക് കടക്കുകയാണ്. കാരണം അവഗണിക്കപ്പെടുമ്പോൾ ഒരിക്കലും യാചിക്കരുത് എന്ന് പഠിപ്പിച്ച മഹാനായ ചാണക്യന്റെ 7 തന്ത്രങ്ങളാണ് നമ്മളിന്ന് ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും. അവഗണിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ ആത്മാഭിമാനം എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ നൽകിയ വിലപ്പെട്ട 7 തന്ത്രങ്ങൾ നമുക്ക് ഓരോന്നായി ആഴത്തിൽ പരിശോധിക്കാം. 1. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. റെക്കഗ്നൈസ് യുവർ സെൽഫ് വർത്ത്. ഈ ലോകത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും പൂർണ്ണമായി നിർവചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ, ശക്തികൾ, വ്യക്തിത്വം ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ അമൂല്യമായ മൂല്യം. മറ്റൊരാൾ അംഗീകരിക്കുമെന്ന്, സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാത്തുനിൽക്കാതെ നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതാണ് ചാണക്യൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാഠം. നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ ആ ആത്മാഭിമാനം നിങ്ങളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും പ്രതിഫലിക്കും. അപ്പോൾ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കാൻ തുടങ്ങൂ. ചാണക്യൻ പറയുന്നു, ഒരു മുത്ത് അതിന്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ അത് ആരുടെയും അംഗീകാരത്തിനായി കാത്തുനിൽക്കില്ല. അതിന്റെ തിളക്കം സ്വയം പ്രകാശിക്കും. 2. ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക. മെയിൻറ്റെയിൻ സെൽഫ് റെസ്പെക്റ്റ്. അവഗണിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനവും കളഞ്ഞുകുളിക്കാറുണ്ട്. സ്നേഹത്തിനോ അംഗീകാരത്തിനോ വേണ്ടി യാചിക്കുന്നതും കെഞ്ചിപ്പറയുന്നതും നമ്മുടെ മൂല്യത്തെ ഇല്ലാതാക്കും. നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും നിങ്ങൾ നിൽക്കരുത്. കാരണം നിങ്ങളുടെ അന്തസ്സ് ഒരു വിലപേശൽ വിഷയമല്ലെന്ന് ചാണക്യൻ ഉറച്ചു പഠിപ്പിക്കുന്നു. ആത്മാഭിമാനമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടവൻ ജീവിച്ചിരിക്കുന്ന ശവമാണ്. അവന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചാണക്യൻ പറയുന്നു. 3. സ്വയം പര്യാപ്തരാവുക. ബി സെൽഫ് സഫിഷ്യന്റ്. മറ്റൊരാളുടെ സ്നേഹത്തിലോ അംഗീകാരത്തിലോ സാമീപ്യത്തിലോ മാത്രം നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. കാരണം ആ ബന്ധങ്ങൾ തകരുമ്പോൾ നിങ്ങളുടെ സന്തോഷം കൂടി ഇല്ലാതാവുകയും ചെയ്യും. നിങ്ങൾ സ്വയം പര്യാപ്തരാകുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ കണ്ടെത്തുക, അവയ്ക്കായി അശ്രാന്തം പ്രയത്നിക്കുക, സ്വയം സന്തോഷം കണ്ടെത്താൻ ശീലിക്കുക. അപ്പോൾ മറ്റൊരാളുടെ അവഗണന നിങ്ങളെ അത്രയധികം വേദനിപ്പിക്കാറില്ല. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, മറ്റുള്ളവരിൽ നിന്നല്ല. സ്വന്തമായി കെട്ടിപ്പടുത്ത കോട്ടയാണ് ഏറ്റവും സുരക്ഷിതമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. 4. ക്ഷമയോടെ കാത്തിരിക്കുക. ശരിയായ സമയത്തിനായി. ബി പേഷ്യന്റ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു ശരിയായ സമയമുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നവരുടെ അംഗീകാരം ഉടൻ സംഭവിക്കണമെന്നില്ല. അക്ഷമയോടെ യാചിക്കുന്നതും നിർബന്ധിച്ച് സ്നേഹം നേടാൻ ശ്രമിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ക്ഷമയോടെ കാത്തിരുന്ന് നിങ്ങളുടെ മൂല്യം പ്രകാശിക്കാൻ അനുവദിക്കുക. ഇരുട്ടിൽ പോലും ഒരു നക്ഷത്രം സ്വയം പ്രകാശിക്കുന്നതുപോലെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയുന്ന ശരിയായ ബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്തും. ക്ഷമയുള്ളവന് മാത്രമേ അവസരങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ. പ്രശാന്തമായ മനസ്സിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ ജനിക്കൂ എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. 5. നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായി ഉപയോഗിക്കുക. യൂട്ടിലൈസ് യുവർ എനർജി ക്രിയേറ്റീവ്ലി. അവഗണനയുടെ വേദനയിൽ ഒതുങ്ങുക. നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും പാഴാക്കുന്നത് തുല്യമാണ്. ആ വേദനയെ, നിരാശയെ ക്രിയാത്മക ശക്തിയായി രൂപാന്തരപ്പെടുത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, പുതിയ താൽപ്പര്യങ്ങൾ കണ്ടെത്തുക,
പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക. നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരവും കൂടുതൽ മനോഹരവും അർത്ഥവത്തുമാക്കാൻ ഈ ഊർജം ഉപയോഗിക്കുക. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കും. ദുഃഖം ഒരു ഊർജമാണ്, അതിനെ നശിപ്പിക്കരുത്. മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ അതിനെ ഒരു ഇന്ധനമായി ഉപയോഗിക്കുക എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. 6. ആവശ്യമെങ്കിൽ ദൂരം പാലിക്കുക. മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ഇഫ് നെസസറി. എല്ലാ ബന്ധങ്ങളും നമുക്ക് നല്ലത് ചെയ്യണമെന്നല്ല. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം മാത്രമേ നൽകൂ. നിരന്തരമായ അവഗണനയും ബഹുമാനമില്ലായ്മയും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ തകർക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം പാലിക്കുന്നത് അത്യാവശ്യമാണ്. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനും ആത്മാഭിമാനത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. ചാണക്യൻ പറയുന്നു, ഒരു വിഷവൃക്ഷത്തെ മുറിച്ചുമാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് മറ്റുള്ളവർക്കും ദോഷം ചെയ്യും. അതുപോലെ ദോഷകരമായ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക. 7. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം. യുവർ ഹാപ്പിനെസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാകണം എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുകയും നിലനിർത്തുകയും എന്നത് തന്നെയാണ്. നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനും അത് നിലനിർത്താനും നിങ്ങൾ സ്വയം മുന്നിട്ടിറങ്ങുക. നിങ്ങൾ സ്വയം സന്തോഷം കണ്ടെത്തുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കും. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തരാകുന്നു. ആരുടെയും അംഗീകാരത്തിനോ സ്നേഹത്തിനോ വേണ്ടി യാചിക്കാത്ത സ്വതന്ത്രനായ ഒരു വ്യക്തി. നിങ്ങളുടെ സന്തോഷത്തിന്റെ യജമാനൻ നിങ്ങൾ തന്നെയാണ്. മറ്റൊരാൾക്ക് ആ അധികാരം ഒരിക്കലും നൽകരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, മഹാനായ ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതൊന്നു മാത്രമാണ്. നിങ്ങളുടെ മൂല്യം അളക്കേണ്ടത് മറ്റൊരാളുടെ സ്നേഹം കൊണ്ടോ അംഗീകാരം കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം കൊണ്ടാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോൾ സ്നേഹവും ബഹുമാനവും അംഗീകാരവും സ്വയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ ഈ വാക്കുകൾ ഓർക്കുക. നിങ്ങൾ യാചിക്കേണ്ടവരല്ല, നിങ്ങൾ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നവരാണ്. ഈ 7 ചാണക്യ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരവും അർത്ഥവത്തും വിജയകരവുമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലെ പ്രചോദന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.